കോഴിക്കോട് പാളയത്തെ കൊലപാതകത്തിൽ പോലീസ് തെളിവെടുപ്പ് നടത്തി. ബിജുവിനെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച കത്തി കണ്ടെത്താനായില്ല. പാളയത്തെ കിണറ്റിലിട്ടു എന്നതാണ് പ്രതി ദീപകിന്റെ മൊഴി. റിയാസ് KM ചേരുന്നു വിവരങ്ങളുമായി. റിയാസ്, ഏതായാലും പോലീസ് എന്തായാലും ഈ സംഭവത്തിൽ കൊലപാതകത്തിൽ എന്തായാലും തെളിവെടുപ്പ് നടത്തിയിട്ടുണ്ട്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? കോഴിക്കോട് നഗരത്തെ തന്നെ നടുക്കിയ ഒരു കൊലപാതകമായിരുന്നു കോഴിക്കോട് പാളയത്തുള്ള പുതിയ കോവിലകം പറമ്പ് സ്വദേശി ബിജുവിന്റെ കൊലപാതകം. 38-കാരനായ ബിജുവിനെ കൊലപ്പെടുത്തിയത് അടുത്ത ബന്ധുവായിട്ടുള്ള കുറ്റിയിൽ താഴി തെക്കീനടുത്ത മീത്തൽ ദീപകാണെന്ന് കണ്ടെത്തിയിരുന്നു. പ്രതിയെ മണിക്കൂറുകൾക്കകം പിടികൂടാൻ കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ AP ഷൗക്കത്ത് അലിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിന് സാധിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് ദീപക് നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കോഴിക്കോട് പാളയത്തെ കിണറ്റിൽ ഇന്ന് പോലീസ് തെരച്ചിൽ നടത്തിയത്. അത് ഈ കൊലപാതകത്തിന് ഉപയോഗിച്ച കത്തി കണ്ടെടുക്കുക എന്ന ഒരു പ്രധാന ഉദ്ദേശമായിരുന്നു. കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് അത്. പ്രതിയായ ദീപക് പോലീസിന് നൽകിയ മൊഴിയിൽ വ്യക്തമാക്കുന്നത്, പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ പറഞ്ഞിരിക്കുന്നത് ഈ കത്തി പാളയത്തെ ഒരു കിണറ്റിലാണ് ഉപേക്ഷിച്ചത് എന്നുള്ളതാണ്. തുടർന്ന് ആ കിണർ കേന്ദ്രീകരിച്ചാണ് അല്പം മുൻപ് ഈ തെളിവെടുപ്പ് നടന്നത്. അഗ്നിരക്ഷാ സേനയുടെ ഉൾപ്പെടെ സഹായത്തോടു കൂടിയാണ് അഗ്നിരക്ഷാ സേനാംഗങ്ങൾ കിണറ്റിൽ ഇറങ്ങി മുങ്ങിത്തപ്പിയെങ്കിലും ഇന്ന് കത്തി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ നിലവിൽ കസ്റ്റഡിയിലുള്ള പ്രതി ദീപക്കുമായി വരുന്ന ദിവസങ്ങളിൽ കൂടി തെളിവെടുപ്പ് നടക്കും എന്നുള്ള സൂചനകളാണ് പോലീസ് നൽകുന്നത്. കഴിഞ്ഞ 19-ാം തീയതി പുലർച്ചെയാണ് പാളയം ബസ് സ്റ്റാൻഡിന്റെ പിറകിലുള്ള ഒറ്റമുറിയുള്ള വീട്ടിൽ പുലർച്ചെ 3 മണിയോടുകൂടി ബിജുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നത്. പുലർച്ചെ പശുവിനെ കറക്കാനായി മകനെ വിളിക്കാനെത്തിയ അമ്മയാണ് മുറിയിലെ കട്ടിലിൽ രക്തത്തിൽ കുളിച്ച നിലയിൽ ബിജുവിനെ അബോധാവസ്ഥയിൽ കാണുകയും പിന്നീട് പോലീസിനെ വിവരമറിയിക്കുകയുമാണ് എത്തിയത്. ആ സംഭവ സ്ഥലത്തെത്തിയ പോലീസാണ് ഇത് കൊലപാതകമാണ് എന്ന് സ്ഥിരീകരിച്ചത്. പിന്നീടാണ് ശാസ്ത്രീയ അന്വേഷണത്തിലൂടെ അടുത്ത ബന്ധുവായിട്ടുള്ള ദീപകിനെ കണ്ടെത്തിയത്. ദീപക്കാണ് പ്രതിയെന്ന് കണ്ടെത്തിയത്. ദീപകിനെ കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ട് CCTV ദൃശ്യങ്ങളടക്കമുള്ള ഈ ശാസ്ത്രീയമായിട്ടുള്ള പരിശോധനകൾ പോലീസ് നടത്തിയിരുന്നു. ലഹരി മാഫിയുമായി നേരത്തെ ബന്ധമുണ്ടായിരുന്ന ഒരു തർക്കം ആണ് എന്നാണ് ആദ്യം സംശയിച്ചിരുന്നത്. എന്നാൽ പിന്നീടാണ് നേരത്തെ ലഹരി ഉപയോഗിക്കുമായിരുന്ന ദീപകിനെ അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുവിട്ടതുമായി ബന്ധപ്പെട്ട് ദീപകിന് ഈ ബിജുവിനോട് വ്യക്തിവൈരാഗ്യം ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഉള്ള തർക്കങ്ങളാണ് പിന്നീട് ഈ കൊലപാതകത്തിൽ കലാശിച്ചത് എന്നാണ് പോലീസ് പറയുന്നത്. ആ കേസിലെ ഏറ്റവും നിർണായകമായ ഒരു തെളിവായിരുന്നു ഈ കത്തി. മറ്റു വസ്ത്രങ്ങളെല്ലാം തന്നെ പ്രതി നേരത്തെ കത്തിച്ചിരുന്നു. അതിലെ കത്തി ഇപ്പോഴും പോലീസിന് കണ്ടെടുക്കാനായിട്ടില്ല. വരും ദിവസങ്ങളിൽ, അതായത് അടുത്ത ദിവസവും നാളെയും തെളിവെടുപ്പ് തുടരാൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനം. ശരി, റിയാസ് KM ആണ് വിവരങ്ങൾ നൽകിയത്.